അധികാരികളുടെ അരമനകളിൽ കയറിയിറങ്ങിയിട്ട് പീഡിതരായ ആളുകൾ സുരക്ഷിതരാണെന്ന് പറയുന്നതും മനസാക്ഷിയുടെ വഞ്ചനയാണ്. അതൊക്കെയാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഏറ്റവും വലിയ ഒരു സമൂഹം, ലോകത്ത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ഒന്നാമത്തതോ രണ്ടാമത്തതോ ആയ ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമുക്ക് പറയാനാവുമോ അധികാരിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പീഡിതർ സുരക്ഷിതരാണെന്ന്? അസാമിലേക്ക് ലക്ഷങ്ങൾ അയച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ മനസാക്ഷിയുണ്ടല്ലോ, ആ മനസാക്ഷിയെ അടക്കം വഞ്ചിക്കുകയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ ഈ പീഡിതരുടെ മനസാക്ഷിയിൽ കുത്തുകയല്ലേ? റഹ്മത്തും കാരുണ്യവും ഉണ്ടെങ്കിൽ സാധ്യമാകുമോ? അതുകൊണ്ട് ഇത്തരം തിന്മകളെ, അത് ചിലർ ചെയ്താൽ അത് ഞങ്ങളുടെ ആളായതുകൊണ്ട് അത് ശരിയാണെന്ന് പറയുന്ന തരത്തിലുള്ള മനസാക്ഷി വഞ്ചനകളെ ഈ റമദാനിൽ വലിച്ചെറിയാനായോ എന്നോരോ പ്രജയും അനുയായിയും ആലോചിക്കണം. അല്ലാഹുവിനറിയാം അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുകയായിരുന്നുവെന്ന്, ആത്മവഞ്ചന നടത്തുകയായിരുന്നുവെന്ന് അല്ലാഹ്ക്കറിയാം. പീഡനമുണ്ട് എന്നറിയാം, എന്നിട്ടും പീഡനമില്ലെന്ന് പറയുമ്പോൾ അതും അധികാരിയെ പ്രീണിപ്പിക്കാനാകുമ്പോ ആത്മവഞ്ചനയാണ്. ആത്മവഞ്ചന. അത് ഞങ്ങളുടെ ആളായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയുന്നവനും റമദാനിൽ 1000 നോമ്പെടുത്താലും ആത്മവഞ്ചനയുടെ കൊടുംപാപത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ലെന്ന് അറിയാൻ കഴിയുന്ന ബോധ്യം പരിശുദ്ധ റമദാനിൽ ആർജിച്ചെടുത്തുകൊണ്ട് റമദാനോട് വിട പറഞ്ഞാൽ അല്ലാഹു ഇന്നി ഖരീബ് അടുത്തുണ്ടാകും. അലിയാർ കാസിമിയുടെ ബെസ്റ്റ് സ്പീച്ചാണ് കേൾക്കാൻ സാധിച്ചത്. കാരണം ആരുടെ മുന്നിലും പതറാതെ ചിതറാതെ തുറന്നു പറയുക എന്ന് പറയുന്നത് ഒരു പണ്ഡിതൻ്റെ ഏറ്റവും നല്ലൊരു ധർമ്മമാണ്. ഒരു പണ്ഡിതൻ്റെ ഏറ്റവും നല്ല ധർമ്മം എന്നുള്ളത് ആരുടെ മുന്നിലും തല കുനിക്കാതെ സത്യം സത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. മുത്ത് റസൂൽ പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറ. ഡിഫിക്കൽട്ടായ പ്രയാസമുള്ള വിഷയത്തിലാണെങ്കിൽ പോലും സത്യത്തെ നിങ്ങൾ പറയണം എന്ന്. നരേന്ദ്രമോദിയുടെയും അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെയും മുന്നിൽ വെച്ച് ഇന്ത്യൻ മുസ്ലിംസ് ആർ സേഫ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊരിക്കലും നീതിയുക്തമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ ഈ ഇന്ത്യയിൽ ധാരാളം മുസ്ലിങ്ങൾ പീഡനങ്ങളും അതുപോലെ ധാരാളം പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മയുടെ പേരിലും നിരക്ഷരതയുടെ പേരിലും കൊലപാതകങ്ങളിലും ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണോ ചൂഷണം ചെയ്യാൻ സാധിക്കുന്നത് ആ രീതിയിലെല്ലാം മുസ്ലിങ്ങൾ ചൂഷണത്തിൽ അകപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള കാഴ്ച ഏതൊരു മനുഷ്യനും സൽബുദ്ധിയ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രസ്താവന വരുമ്പോൾ മതേതരത്വ ഇന്ത്യയിൽ താമസിക്കുന്ന നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. സംസാരത്തിൽ വല്ല വീഴ്ചകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ബഹുമാനത്തോടുകൂടെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇനി ഒരിക്കലും ഒരു പണ്ഡിതനും മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകി ഞാൻ അവസാനിപ്പിക്കുന്നു.